Hello everyone, welcome back to Xylem Learning. It's me, Jamshad. Definitely നിങ്ങളുടെ LSS എക്സാം ആണ് ഇനി വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ Xylem നിങ്ങൾക്ക് ഒരുക്കുന്നു മോറൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഫ്രം ഇംഗ്ലീഷ്. നിങ്ങളുടെ ഡെഫിനറ്റ്ലി LSSന് ഉണ്ടാവുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് ഇംഗ്ലീഷ് എന്നുള്ളത്. ഇംഗ്ലീഷിന്റെ കുറച്ച് മോഡൽസ്, അതിന്റെ ആൻസേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഞാൻ ആൻസേഴ്സ് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്താക്കണം ജസ്റ്റ് ഗസ് ചെയ്യേണ്ട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കണ്ടോ, ചൂസ് കറക്റ്റ് വേർഡ് ഫ്രം ദി ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ നിന്ന് കറക്റ്റ് വേർഡ് എന്താക്കുക, കറക്റ്റ് വേർഡ് നിങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളതാണ്. ലിറ്റിൽ സ്റ്റാർസ് വേർ, കുഞ്ഞു നക്ഷത്രങ്ങൾ ആയിരുന്നു ഡാഷ് ടു ഗ്രീറ്റ് ദ മൂൺ. നമ്മുടെ അമ്പിളിയമ്മാവല്ലേ മൂൺ, ഓക്കെ, അമ്പിളിമാമൻ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, നമ്മുടെ ചന്ദ്രനെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി ലിറ്റിൽ സ്റ്റാർസ് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഗസ് ചെയ്യാം എന്തായിരിക്കും? ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു പരിമളം, സുഗന്ധം എന്നൊക്കെ പറയും. ബ്ലിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മിന്നുക, അതാണോ? പ്രഡിക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭാവി കാര്യങ്ങൾ നമ്മൾ എന്താക്കുക, മുൻകൂട്ടി എന്താക്കുക, ഊഹിക്കുക എന്നൊക്കെ പറയും, പ്രഡിക്റ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പേർച്ചിങ്. ഇതിലേത് വേർഡാണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ജസ്റ്റ് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കുക. അതിന്റെ ആൻസർ റിവീൽ ചെയ്യാണ്. ഐ ഹോപ്പ് യു ഗൈസ് ഓൾറെഡി ഗോട്ട് ദ എക്സാക്ട് ആൻസർ. കിട്ടിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതുന്നത്. ഡെഫിനറ്റ്ലി സ്റ്റാർസ് ആണ്. ലിറ്റിൽ സ്റ്റാർസ് എന്താ ചെയ്യുക? ബ്ലിങ്കിങ്, ഇങ്ങനെ മിന്നി മിന്നി കളിക്കില്ലേ? ഓക്കെ, മിന്നി മിന്നി, ആ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ദിസ് ഈസ് ദ ആക്ച്വൽ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, fill up the blank column to get a meaningful word. ഇതൊരു എന്താണ്, മീനിങ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ആ വേർഡിന്റെ കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ഒക്കെ മീൻസ് ലെറ്റേഴ്സ് ഒക്കെ കളഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് എന്താക്കണം, കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിനൊരു ക്ലൂ ഞാൻ തരും. ക്ലൂ ഇല്ലാതെ തന്നെ നിങ്ങൾ എക്സാക്ട് വേർഡ് എന്താണെന്ന് ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കാം. കൂടുതൽ സമയം വേണ്ട ആൾക്കാർ ജസ്റ്റ് പോസ് ചെയ്തിട്ട് എന്താക്കുക, ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ക്ലൂ തരാൻ പോവുകയാണ്. സെറ്റ് അല്ലേ? ഓക്കെ, ഒരു ക്ലൂ ഉണ്ട്. ഇത് ആക്ച്വലി ഒരു നൗൺ ആണ്. ഓക്കെ, ഒരു വസ്തുവാണ്, വസ്തുവിന്റെ പേരാണ്. ആ വസ്തുവിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യു ഗൈസ് ക്യാൻ ജസ്റ്റ് ഗസ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും കരുതുന്നു. ഇനിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിത്തം, ഇനി ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് തന്നെ കിട്ടിയ ആൾക്കാർ ധാരാളം ഉണ്ടാവും കേട്ടോ. ഓക്കെ, നീ പറയും ഇവിടെ ഒരു എല്ല് കൊടുക്കാം. ഓക്കെ, എന്തായിരിക്കും? ഡെഫിനറ്റ്ലി പാലസ്, കൊട്ടാരം. ഡെഫിനറ്റ്ലി ആ ഒരു വേർഡിന്റെ ലെറ്റർ മീൻസ് ആക്ച്വലി ആ വേർഡിന്റെ മീൻസ് ആ ഒരു വേർഡിന്റെ എത്ര ലെറ്റേഴ്സ് ഉണ്ട് നമുക്ക് എന്താ ഓൾറെഡി കാണാൻ പറ്റും. 1 2 3 4 5 6 ലെറ്റേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു വേർഡാണെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ കുറച്ച് വേർഡ്സ് ഒക്കെ ലെറ്റേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഈ പിക്ചർ എക്സാമിന് ഉണ്ടാവില്ല കേട്ടോ, ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു ക്ലൂ തന്നതാണ്. ഐ തിങ്ക് നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് കാണിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടാവും ഈസി ആയിട്ട്, ബിക്കോസ് യു ഗൈസ് ആർ ബ്രില്യന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് സെഗ്മെന്റ്. ഓക്കെ, ഡിസപ്പിയർഡ് എന്നുള്ളൊരു വേർഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ മേക്ക് മീനിങ്ഫുൾ വേർഡ്സ് ഫ്രം ദ ഗിവൺ വേർഡ്. ഇവിടെ ഡിസപ്പിയർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. ആ വേർഡിൽ നിന്ന് എന്താക്കണം, കുറച്ച് വേർഡ്സ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിയർ എന്നാണ് വേർഡ് എന്നുള്ളത്. പിയർ എന്നുള്ളത് എവിടെതാ, ഇവിടെ ഉണ്ട് പിയർ. ഓക്കെ, കുറച്ചുകൂടി ചെറുതാക്കാം അല്ലെ. ഓക്കെ, പിയർ എന്നുള്ളൊരു വേർഡ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓർഡർ തെറ്റാതെ, ഇതല്ലാതെ ഡിസോർഡർ ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ വേർഡ് കിട്ടും. അല്ലാതെ ഓർഡർ തെറ്റാതെ എന്താക്കണം, കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ആക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് വേർഡ്സ് കിട്ടണം. നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് 1 2 3 4 4 വേർഡ്സ് ആക്ച്വലി ഇതിൽ നിന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ 2 മാർക്ക് കിട്ടുകയുള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുമെന്ന് കരുതുന്നു. ഈ ഒരു ജസ്റ്റ് അതിന്റെ ആൻസേഴ്സ് കിടക്കുകയാണ്, ആൻസേഴ്സിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വേർഡ് കാണുമ്പോഴേക്കും ലാസ്റ്റത്തെ ആ 3 ലെറ്റേഴ്സ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും there is another word, red. ഓക്കെ, റെഡ് കിട്ടിയില്ലേ? കണ്ടോ, റെഡ് എന്നുള്ള ആ ഒരു സംഭവം അതിൽ ഉള്ളിൽ എന്താ ഇങ്ങനെ ഒളിച്ച് കിടക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇനി ബാക്കിയുള്ള എല്ലാ വേർഡ്സും നിങ്ങൾ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് എഴുതിയിട്ട് ഗസ് ചെയ്തു. നിങ്ങളുടെ മെന്റൽ അബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇന്റലിജൻസ് അളക്കാൻ കൂടിയാണ് ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. നോക്കാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് എന്താ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഞാൻ അതിന്റെ ആൻസർ റിവീൽ ചെയ്യാണ്, അതിന് മുമ്പ് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ നെക്സ്റ്റ് ഞാൻ കൊടുക്കാൻ പോവാണ്. ഇയർ എന്നുള്ള വേർഡ് നിങ്ങൾ അതിൽ കാണുന്നുണ്ടോ? ഓക്കെ, EAR, ഇയർ. കണ്ടോ ഇയർ എന്നുള്ളൊരു വേർഡ് ഉണ്ട്, ചെവി അല്ലെ. നെക്സ്റ്റ് പിന്നൊന്ന് റിവീൽ ചെയ്യാണ്. അപ്പിയർ, ഡിസപ്പിയർഡ് എന്ന് കൊടുത്തതിൽ എന്തുണ്ട്? ഡിസപ്പിയർഡ് എന്നാണ് കംപ്ലീറ്റ് വേർഡ്. അതിൽ അപ്പിയർ എന്നുള്ള അപ്പിയർഡ് എന്ന് വേണ്ട. ഓക്കെ, അപ്പിയർ ഓക്കെ എന്നുള്ളൊരു വേർഡ് ഉണ്ട് അല്ലെ.
ഓക്കെ, അപ്പിയർഡ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് കൊടുക്കാം? അപ്പിയർഡ് എന്ന് മറ്റൊരു വേർഡ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പിയർഡ് എന്ന് മറ്റൊരു വേർഡ് ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ദാ ഈ ഡിസ് അങ്ങോട്ട് ഒഴിവാക്കി അപ്പിയർഡ് എന്ന് കംപ്ലീറ്റ് ഒരു വേർഡ് ആയിട്ട് കൊടുക്കാം. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം കൊടുക്കാം. ഇതിൽ ഞാൻ നമുക്ക് സ്പേസ് തന്നിട്ടില്ല, അല്ലാതെ തന്നെ ഈസ് കൊടുത്തൂടെ? ഈസ് കൊടുക്കാം. പക്ഷെ ഇതെന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് മേക്ക് മീനിങ് ഫുൾ വേർഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീനിങ് ഫുൾ ഈസ് എന്നുള്ളത് ഒരു മീനിങ് ഫുൾ ആവുന്നില്ല, മറ്റൊന്നിനോട് കൂടുമ്പോഴേ മീനിങ് ഫുൾ ആവുള്ളൂ. അതോ ഈസ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുക. ഓക്കെ, പക്ഷെ അതിൽ ഈസ് ഉണ്ടെന്ന് പറയാം. അതുപോലെ ആപ്പ് എന്നൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾ എന്താക്കുക, ഇതുപോലെ ക്വസ്റ്റ്യൻ തന്നാൽ നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ട് എന്താക്കുക, ഇതുപോലെ ധാരാളം വേർഡ്സ് കണ്ടെത്തുക. ഈ ഒരു വീഡിയോ ഐ ഹോപ്പ് യു ഗൈസ് കുഡ് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് വാട്ട് വി ഹാവ് ഡിസ്കസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ USS എക്സാമിന് വരിക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോരാ, നിങ്ങൾക്ക് ഇതുപോലത്തെ ധാരാളം വീഡിയോസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം നമ്മുടെ LSS റിലേറ്റഡ് ആയിട്ടുള്ള ലൈവ് സെഷനുകൾ വെക്കുന്നുണ്ട്. ആ സെഷനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ, കൂടാതെ ആ ഒരു ലൈവ് സെഷനിൽ എടുക്കുന്ന ക്ലാസ്സുകളുടെ ഫ്രീ ആയിട്ടുള്ള നോട്ട്സുകൾ, LSSന്റെ നോട്ട്സുകൾ, ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെയും ഓക്കെ നോട്ട്സുകൾ അവൈലബിൾ ആകുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ എന്താക്കുന്നത് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ കയറിയിട്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, LSSന്റെ എല്ലാവിധ നോട്ട്സും അതിൽ കിട്ടും. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ, കാരണം ലൈവ് നിങ്ങൾ കാണേണ്ടതാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം ഗസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സ് ചെയ്യണം. അതാണ് ആക്ച്വലി നമുക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻ. സോ ജസ്റ്റ് എന്താക്കുക, കമന്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സീ ഇൻ അനദർ ക്ലാസ് വിത്ത് അനദർ സെഷൻ. Until then, it's a bye. Thank you.